ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല മോളെന്തിവിടെ? കുട്ടേട്ടൻ എന്തു പറ്റി? പൃഥ്വി, മൈ ഡിയർ, മൈ ഡിയർ പൃഥ്വി, കം ഓൺ മാൻ. അങ്കിൾ ഇതെപ്പോ എത്തി? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ഓ, കല്യാണ ചെക്കനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക, എനിക്കൊരു അല്പ തിരക്കുണ്ട്. അളിയഞ്ചില്ല, ഞാൻ എന്റെ മനുപനോട് കുറച്ച് വിശേഷങ്ങൾ പറയട്ടെ. ആയിക്കോട്ടെ. ആ. ഓക്കെ. പറയങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടില്ലേ, ഞാൻ ഹാപ്പി അല്ലേ? നിനക്കല്ലേ ഇപ്പൊ വിശേഷങ്ങളൊക്കെ? വാ ചോദിക്കട്ടെ. ശരി. ഇത്ര പെട്ടെന്ന് ഇവര് നിനക്കൊരു കല്യാണം ആലോചിക്കുന്നു, ഇങ്ങനെ ലോക്കാക്കി കളയുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ വിളിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനിത് ഒഴിവാക്കി തന്നേനെ. അയ്യോ, അങ്ങനെ കുഴപ്പമുള്ള ബന്ധമൊന്നല്ല. കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുന്ന അങ്കിളിന് തോന്നുന്നുണ്ടോ? ഹാ. അപ്പൊ അങ്ങനെ പറ, നീ ആ പെണ്ണിനെ കണ്ട് മയങ്ങിപ്പോയി, അതാണ് കല്യാണത്തിന് സമ്മതിച്ചത് അയ്യോ, അല്ലേ? അങ്ങനെ മയങ്ങിട്ടൊന്നുമല്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയായിട്ട് ഇരുത്താവുന്ന കൊള്ളാമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അവളെ നിന്നെ വീട്ടിൽ ഇരുത്താതിരുന്നാ കൊള്ളാം. വാ പറയട്ടെ. നടക്ക്. എന്താ? എടാ മോനെ, ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എന്തോ? ചിലന്തി വലയിൽ അകപ്പെട്ട ഇരയുടെ അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വീണത് കെണിയിലാണെന്നോ നമ്മൾ പെട്ടുപോയതാണെന്നോ നമുക്ക് മനസ്സിലാവേ ഇല്ല. ഇപ്പൊ രക്ഷപ്പെട്ട് പറന്നു കളയാമെന്ന് തോന്നും. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കുരുക്ക് കൂടി കൂടി വരും. ഒടുവിൽ നമ്മൾ പോലും അറിയാതെ ഈ ജന്മം അങ്ങ് തീർന്നു പോകും. ഒരിക്കൽ പോലും കല്യാണം കഴിക്കാത്ത അങ്കിളിനെ എങ്ങനെ ഇതൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നേ? വിഷം കഴിച്ചാൽ മരിച്ചോന്നറിയാൻ അത് കഴിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലോ. ഓ, മറ്റുള്ളവരുടെ അനുഭവം കണ്ടും അറിവുള്ളവർ പറയുന്നത് കേട്ടും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അങ്കിളെ ഇത്. കല്യാണം കഴിഞ്ഞ് ഹാപ്പിയായി ജീവിക്കുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട് ഇവിടെ. ഇനി നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ ഏതായാലും കടലിൽ ചാടാൻ തീരുമാനിച്ചു. ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടിക്കോ. എടാ, മനസ്സിൽ എപ്പോ കുറ്റബോധം തോന്നിയാലും നീ എന്തെങ്കിലും പറഞ്ഞ് എന്റെ ഫാം ഹൗസിലേക്ക് വാ. ഓ, കുറച്ചു ദിവസം അവിടെ നിൽക്കാം. ഓക്കെ ആവുമ്പോ തിരിച്ചു പോരാം. ഓ, അതാണോ ലൈഫ് ജാക്കറ്റ്? വേറെ ഉണ്ട്, അതൊക്കെ സമയമാകുമ്പോ പറഞ്ഞുതരാം. ഓ, എടാ, അപ്പൊ നീ വാ, നമുക്ക് റൂമിൽ പോയി 2 പൂശാം. ദുബായിന്ന് ഞാൻ നല്ല 1 തരം സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആടാ മോനെ, കൊട്. നേരത്തെ പറയണ്ടേ? എന്നാ വിട് 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 വിട്, വാ വാ. അതെ, നാളെ നീ എനിക്ക് ഇവിടുത്തെ ചാത്ത റമ്മ വാങ്ങിച്ചേരണം. അതിന്റെ പെരുപ്പൊന്നും ദുബായ് സ്കോച്ചിന് കിട്ടില്ല. അതെങ്കിലും ഇവിടുത്തെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ. വാ. അല്ല, ഞാൻ വന്നിട്ടേ ഇതുവരെ നമ്മളെ ബോസിനൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടന്റെ ആ സങ്കടം ഇന്ന് തീരും. ജേഡി ഇന്നിവിടെ എത്തിയിരിക്കും. സ്റ്റേഷൻ ഡ്യൂട്ടി വിട്ടുവന്നതിന്റെ സങ്കടം കുട്ടേട്ടന്റെ മുഖത്തുണ്ടല്ലോ. അതെ, നമ്മുടെ കൂടെ ആവുമ്പോ പോലീസുകാരന്റെ സ്റ്റാറ്റസ് നാട്ടുകാർക്കിടയിൽ ഇല്ലല്ലോ. അപ്പൊ എക്സ്ട്രാ ഇൻകത്തിന് ചാൻസ് ഒന്നുമില്ല. അതെ, ഞാൻ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കൈക്കൂലി പോലീസൊന്നും അല്ല. പിന്നെ സ്റ്റേഷനിലാവുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. അതിന് അവരുടെ സന്തോഷത്തിന് അവരെന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ നമ്മളത് അങ്ങ് വാങ്ങിക്കും. ഏത്, നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. ഞാനായിട്ട് വെറുതെ എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? അതെനിക്കിഷ്ടമല്ല. എന്തോ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. അല്ല മോളെന്തിവിടെ? കുട്ടേട്ടൻ എന്തു പറ്റി? ഇത്രയും നേരം ചീഫ് ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ ഒരു സല്യൂട്ട് പോലും ഇല്ല. അപ്പോ അമ്മയെക്കാളും വലിയ പോസ്റ്റിൽ മോൾ എത്തിയല്ലേ? അതെ, കുട്ടേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ അമ്മയെ പോലെ പോലീസ് ആവുന്ന കരുതിയതെന്ന്. ആ,
അത് കേട്ടപ്പോ ഉള്ളിലൊരു സന്തോഷം തോന്നിയിരുന്നു. പിന്നെന്താ എന്റെ അടുത്തൊന്നും പറയായിരുന്നത്? എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അക്ഷര ഡീറ്റെയിൽസ് അയച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്. അപ്പോഴത്തെ അവസ്ഥയില് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നി. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര് ഒരേ ടീമിലുണ്ടല്ലേ? രണ്ടല്ലല്ലോ, ദേ 3. അതാര്? കിരണിനെ കുട്ടേട്ടൻ വീട്ടിൽ വെച്ച് കണ്ടില്ല അല്ലേ? ആ, ഞാൻ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. പിന്നെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഓ, നിങ്ങൾ ഇരിക്കെ. ആ. ഞങ്ങള് രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യം വീട്ടിലാർക്കും അറിയില്ല. അവരിതൊരിക്കലും അറിയാനും പാടില്ല. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാലും ഇത്രയും നാളും ആരെ ഒന്നും അറിയിക്കാതെ എങ്ങനെ ഇത് സാധിക്കുന്നു? എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ അമ്മയെ ഇല്ലാതാക്കിയവരെ എനിക്ക് കണ്ടെത്തണം. അമ്മയുടെ പേരിലുണ്ടായ കളങ്കം മാറ്റി സത്യം കണ്ടെത്തണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് IPS എടുത്തത്. ഈ അണ്ടർ കവർ ഓപ്പറേഷൻ ടീമിൽ ജോലി ചോദിച്ചു വാങ്ങിയത്. അത് മോളുടെ മാത്രം ആവശ്യമല്ല. സോറി, മാഡത്തിന്റെ. കുട്ടേട്ട മാഡോന്നൊന്നും വിളിക്കണ്ട. ഈ മുറിയിൽ മാത്രമേ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ പോലെ പെരുമാറൂ. പുറത്ത് നാട്ടുകാരുടെ മുന്നിൽ നമുക്കുള്ള ഐഡന്റിറ്റി എന്താണോ ആ രീതിയിൽ മാത്രമാണ് സംസാരവും പെരുമാറ്റവും. ഓക്കെ. കുട്ടേട്ടന് കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ബ്രീഫ് ചെയ്യണം. ശരി. കുട്ടേട്ടൻ വരൂ. ശരി. ദാ ഇതാണോ നോക്കിയേ? ആ അതന്നെ അതന്നെ. ആ അതെ. ആണോ? ആഹാ, മോക്ക് പഠിക്കുന്ന സ്കൂൾ ഒരുപാട് ഇഷ്ടായെന്നോ? ആണോ? ആഹാ, എന്നെ അമ്മയും മോള് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ മോള് പറയുന്നത്? പുതിയ സ്കൂള് മോൾക്ക് വലിയ ഇഷ്ടായെന്നാ പറയുന്നത്. ആണോ? മുത്തശ്ശിയുടെ മോൾക്ക് സ്കൂള് ഇഷ്ടായോ? ഏതായാലും ഭാഗ്യായി. കുഞ്ഞിന്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസം. അത് ശരിയാ. സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ ഇത്രയും സന്തോഷത്തിൽ ധ്വനിമോള് സംസാരിക്കുന്നതും പിന്നെ സ്കൂളിലേക്ക് പോവാൻ താല്പര്യം കാണിക്കുന്നതൊക്കെ ഇപ്പോഴാ. ആ. ആണോ? ടീച്ചറിനെ എന്റെ മോക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? അഷിത മോളുടെ ചേച്ചി നല്ല കുട്ടിയെന്നാ പറയുന്നത്. അതല്ലേ ധ്വനിമോൾക്ക് ഇത്ര സന്തോഷം? അതെ, അന്നാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും മോളെ സ്കൂള് മാറ്റിയതും നന്നായെന്നാ എനിക്കിപ്പോ തോന്നമ്മേ. അതെ മോളെ, ധ്വനിമോളുടെ കാര്യത്തിൽ നിനക്കൊരിക്കലും തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നും എന്റെ ധ്വനിമോളുടെ മുഖത്ത് ഈ സന്തോഷം കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളമ്മേ. വനദുർഗേ സർവവും